നമ്മുടെ വി എസിൻ്റെ വിലാപയാത്ര വി എസിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിമർശനത്തിന് നമ്മുടെ ഒരു സംസ്കാര മര്യാദ വിമർശനത്തിന് പരിധികൾ ഏർപ്പെടുത്തുന്നുണ്ടല്ലോ. പക്ഷേ എങ്കിൽ നമുക്കറിയാം വി എസിന് സ്റ്റാലിനിസ്റ്റ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്റ്റാലിനിസ്റ്റ് പറഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള ശത്രുക്കളോടും എതിരാളികളോടൊക്കെ വളരെ നിഗ്രഹാത്മകമായ രീതിയിൽ ഇടപെടുന്ന ഒരു പാർട്ടി കാലം വി എസിനുണ്ട്. 80കളാണ് കാലഘട്ടം. അത് എം പി രാഘവനാവട്ടെ, ചാത്തുണ്ണി മാഷാവട്ടെ, അങ്ങനെ ഒട്ടനവധി. പിന്നീട് ആ കാലഘട്ട ശേഷം വി എസിന് പറയാം 98 പാലക്കാട് സമ്മേളനം വരെ വി എസ് അതിൻ്റെ ഒരു വേറെ തരത്തിൽ വി എസിൻ്റെ അകത്തൊരു ആ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ആ കാലത്ത് നമ്മുടെ വാർത്തകളെല്ലാം തന്നെ വി എസിൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ വി എസ് നെൽവയൽ സമരം നടത്തുന്നുണ്ട്. അത് പാരിസ്ഥിതിക സമരമായിട്ടല്ല വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന തൊഴിലാളി സമരമായിട്ടാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ പുതിയ സൂക്ഷ്മ രാഷ്ട്രീയമായിട്ട് വി എസിൻ്റെ ബന്ധത്തിൻ്റെ ചെറിയ സാധ്യത കിടക്കുന്നത്. വി എസ് എന്നും ഈ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. കാര്യം സി പി എം നിർണ്ണയിച്ചൊരു ട്രേഡ് യൂണിയൻ രാഷ്ട്രീയമാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഈ വർഗ്ഗബഹുജന സംഘടനകളുടെ രാഷ്ട്രീയത്തിലാണ് വി എസ് നിരുന്നത്. അത് കർഷക തൊഴിലാളികളുടെ ആവാം, യുവജനങ്ങളുടെ ആവാം, വിദ്യാർത്ഥികൾ. ആ വർഗ്ഗബഹുജന സംഘടന രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം വി എസിന് ഒരുപക്ഷെ ഈ നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, നവസാമൂഹ്യ സമരങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ളൊരു ശക്തിയും അതിൻ്റെ സവിശേഷതയും മനസ്സിലാക്കാൻ അതാണ് മുല്ലപ്പെരിയാറിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ ആണവ നിലയത്തിൻ്റെ തുടക്ക സമയത്ത് വി എസ് അതിനോട് ഏതൊക്കെ തരത്തിൽ ഐക്യപ്പെടുന്നുണ്ട്. അതുപോലെ വി എസിന് കിട്ടിയ വലിയൊരു പിന്തുണ അതിന് ശാസ്ത്രാജ്യ പരിഷത്തിൻ്റെ കാര്യം. ട്രേഡ് യൂണിയനും ശാസ്ത്രാജ്യ പരിഷത്തും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യത്തിൽ ശാസ്ത്രാജ്യ പരിഷത്തിൻ്റെ അറിവും വിവരമൊക്കെ തന്നെ വി എസിന് പകർന്നു കിട്ടുകയും ആ നിലയിൽ വി എസ് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി എസിന് അങ്ങനെ ഒരു കാലഘട്ടം 90കളുണ്ട്. ആ 80കളിൽ വി എസ് സെക്രട്ടറി നിലയ്ക്ക് സ്റ്റാലിനിസ്റ്റ് ഫേസ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൻ്റെ ചാത്തുണ്ണി മാഷാൻ പല ആൾക്കാരുടെ വി എസിൻ്റെ സമീപനം നമുക്കത്ര ഒരു പോസിറ്റീവായിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം 90കളാകുമ്പോൾ വി എസ് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറച്ചും കൂടി ഈ തലയിലേക്ക് കൊണ്ടുവരുന്നു. മുല്ലപ്പെരിയാറുണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് വരുന്നു. അപ്പോഴും ട്രേഡ് യൂണിയനായിട്ടുള്ള സംഘർഷം നിൽക്കുന്നുണ്ട്. പക്ഷേ ട്രേഡ് യൂണിയനിലെ സംഘർഷത്തിനാണ് വി എസ് കുറച്ചുകൂടി ജനകീയ രാഷ്ട്രീയത്തിലേക്ക്, അതായത് ബഹുജന സംഘടനകളുടെ രാഷ്ട്രീയമായിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ നേതാക്കൾ വരുന്നു. ഇപ്പോൾ തോമസ് ഐസനെ പോലെ നേതാക്കളെ ഈ കാലഘട്ടത്തിലാണ് സി പി എം നേതൃത്വത്തിലേക്ക് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ ആ 98 വി എസ് വീണ്ടും പാർട്ടിയിൽ ശക്തനാവുന്നു. അതിനെ തുടർന്നാണ് 2000 എത്തുമ്പോഴേക്കാണ് വി എസ് സംബന്ധിച്ചിടത്തോളം വി എസ് പുതിയൊരു മുഖം തുറന്നു. അപ്പോഴേക്കും പാർട്ടിക്കകത്ത് വി എസ് ദുർബലപ്പെട്ടിരുന്നു. പാർട്ടി സംഘടനയിൽ വി എസിന് സ്വാധീനം ഉണ്ടായിരുന്നു നമുക്കറിയാം. കാരണം മലപ്പുറം സമ്മേളനം വരെ വി എസിന് പാർട്ടി സംഘടനയ്ക്ക് അത്യാവശ്യം സ്വാധീനം ഉണ്ടായിരുന്നു. പല ജില്ലാ ഘടകങ്ങളും വി എസിനോട് വ്യക്തിപരമായിട്ട് ആഭിമുഖ്യം പുറത്ത് നേതാക്കളും സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. വി എസിന് വളരെ പ്രിയങ്കരായ സെക്രട്ടറിമാർ ആ കാലത്തുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തൃശ്ശൂരാണെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. അന്ന് ജില്ലാ സെക്രട്ടറി വി എസിനോട് ആഭിമുഖ്യം പറ്റുന്നു. പിന്നീട് അദ്ദേഹം വി എസിനോട് നിന്ന് കുറച്ച് മാറുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് വി എസ് തൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട്, ഉൾപാർട്ടി സമരത്തിൻ്റെ ഭാഗമായിട്ട് ജനകീയമായ സമരമുഖം തുറക്കുന്നു. ആ ഉൾപാർട്ടി സമരത്തിൽ പലപ്പോഴും ഈ വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം, നമ്മൾ ഔദ്യോഗിക നേതൃത്വം എന്ന് വിളിച്ചിരുന്നത്, അതിനകത്തൊരു വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഔദ്യോഗിക നേതൃത്വം വർഗ്ഗപരമായിട്ട് അത് ഒത്തുതീർപ്പിന് വിധേയമാകുകയാണ്. അവർക്ക് ഈ പുതിയ വർഗ്ഗരാഷ്ട്രീയത്തിൻ്റെ അവരെ വർഗ്ഗരാഷ്ട്രീയത്തെ പിന്മാറും. അതുകൊണ്ട് വി എസ് ഉന്നയിച്ച വർഗ്ഗരാഷ്ട്രീയം തന്നെയാണ്. ആ വർഗ്ഗരാഷ്ട്രീയ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതും അവരെ പുതിയ മൂലധനമായിട്ട്, പുതിയ നവവർഗ്ഗങ്ങളായിട്ട് ഒത്തുതീർപ്പിൽ ഏർപ്പെടുക, അവർ അനുരഞ്ജനാത്മക രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവന്നും ആ നവവർഗ്ഗത്തിനെതിരെയാണ് തൻ്റെ സമരം എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ വി എസിന് പ്രത്യേകം കൂടി ഉണ്ടായി. പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ, നമുക്കിന്ന് ടി വിയിലൊക്കെ കാണുന്ന പല ആൾക്കാരും വി എസിൻ്റെയൊക്കെ ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. കാര്യം അവരൊക്കെ തന്നെ സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് കാത് തുറന്നിരിക്കാനുള്ള വി എസിൻ്റെ കഴിവ് പ്രധാനം. അപ്പോഴേക്കും വി എസ് 19 വയസ്സായി. ആ 80 വയസ്സ് വി എസ് ഇവരോട് കാത് തുറന്നിരിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നു. നേരത്തെ വേണൊരു ഘട്ടം സൂചിപ്പിച്ച പോലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. വി എസിനോട് ഈ വിഷയം പറഞ്ഞാൽ ഡോക്യുമെൻസാണ് വി എസ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് പഠിക്കാനും വി എസിന് വിസ്തരിച്ചു കൊടുക്കാനുള്ള മുഴുവൻ കേൾക്കുന്നു. അപ്പോൾ ലിസണർ എന്നുള്ള, അതായത് എന്തെങ്കിലും പറഞ്ഞാൽ പോടാന്ന് പറയല്ല ചെയ്യുന്നത്, മറിച്ച് ലിസൺ ചെയ്യാനുള്ള വി എസിൻ്റെ കേപ്പബിലിറ്റി ലിസണറായിരുന്നു. ആ ലിസണർ എന്നുള്ള കേപ്പബിലിറ്റി വി എസ്, അത് രാഷ്ട്രീയതാവിൻ്റെ ഞാൻ ഉമ്മൻചാണ്ടിയും വി എസും നേരത്തെ എം ജി രാധാകൃഷ്ണൻ സൂചിപ്പിച്ച വളരെ ശരി. അവർ തമ്മിൽ താരതമ്യം ഒരു തരത്തിലും രാഷ്ട്രീയ ചരിത്രപരമായ താരതമ്യമില്ല. പക്ഷേ രണ്ടുപേർക്കും ഈ പൊതുവായ ക്വാളിറ്റികളുണ്ട്. കാര്യം വ്യക്തിപര അനുഭവത്തിൻ്റെ സ്വരം. കാര്യം ഞാൻ രണ്ടുപേർക്കും വേണ്ടിയിട്ട് സുധാരികരുടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ രണ്ടുപേരുടെയും വ്യക്തിപരമായ ക്വാളിറ്റി ഉണ്ട്. കാര്യം ലിസൺ ചെയ്യണ ആൾക്കാരാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഇരുന്ന് കേൾക്കുവർ. അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇനി പുതിയ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടോ അറിയില്ലുണ്ടായിരിക്കും. അങ്ങനെ പറയുമ്പോൾ അത് പിണറായിക്കുള്ള പ്രത്യേകതയായിട്ട് കൂടെ ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അത് കേൾക്കേണ്ടതാണല്ലോ. കേൾക്കുമ്പോൾ വി എസും അത് ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും നല്ല വലിയ ക്വാളിറ്റി തന്നെയാണ്. അത് പിണറായിക്കുണ്ടെങ്കിൽ എം എ വിക്കുണ്ടെങ്കിൽ വലിയ ആദരിക്കേണ്ട ക്വാളിറ്റിയാണ്. രമേശ് ചെന്നിത്തല ആദരിക്കേണ്ട ക്വാളിറ്റിയാണ്. കാര്യം ലിസൺ ചെയ്യാനുള്ള കേപ്പ്, ലിസൺ ചെയ്യുമ്പോൾ അതിനോട് എമ്പതറ്റിക്കായി ലിസൺ ചെയ്യുന്ന കാര്യമുണ്ട്. വെറുതെ കേൾക്കലില്ല, അതിനോടൊരു അനുതാപത്തോട്, സഹാനുഭൂതിയോട്, അനുകമ്പയോട് കേൾക്കാനുണ്ട്. അപ്പോൾ വി എസിന് അങ്ങനൊരു ഇതുണ്ട്. മറ്റൊരു കാര്യം വി എസിൻ്റെ എടുത്തു പറയേണ്ട കാര്യം വി എസിൻ്റെ കീഴാളമായിട്ടുള്ള ഉറവിടം തന്നെയാണ്. അത് പരമപ്രധാനമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ വി എസ് നേരത്തെ എം ജി രാധാകൃഷ്ണൻ സൂചിപ്പിച്ച കാര്യം, ആ കീഴാള ഒറിജിനേഷൻ. കാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അത് വിത്തുപാകിയ സ്ഥലത്താണ് വി എസ് ഉയർന്നു വരുന്നത്. അതില്ലായിരുന്നെങ്കിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ രാഷ്ട്രീയമില്ലായിരുന്നു വി എസ് എന്ന നേതാവ് ഇല്ല. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രീതിയിൽ വളരുമായിരുന്നില്ല. കാര്യം ആ നവോത്ഥാനത്തിൻ്റെ ഭൂമിയിലാണ് വി എസ് വരുന്നത്. അപ്പോൾ വി എസിൻ്റെ കീഴാള ഒറിജിൻ വി എസ് എന്ന് നിലനിർത്തി.
ഒരു പക്ഷേ ഈ എന്താ പറയുക അടിസ്ഥാന തലങ്ങളിൽ നിന്ന് വന്ന പിന്നീട് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരടിസ്ഥാന തലങ്ങളിൽ നിന്ന് വന്ന നേതാവാണ്, അല്ല സമ്പന്നവർഗത്ത് വന്ന ആളല്ല. പക്ഷേ വി എസ് എന്ത് ചെയ്തു? വി എസ് വന്ന ആ റൂട്ട്സിനോട്, ആ വേരോട് എന്നും പ്രതിബദ്ധത പുലർത്തി, ആ രാഷ്ട്രീയത്തോട്. അപ്പോൾ വി എസ് പിൽക്കാലത്ത് ഏറ്റെടുക്കുന്ന രാഷ്ട്രീയം, പെമ്പിളി ഒരുമയുടെ രാഷ്ട്രീയം വി എസ് ഏറ്റെടുക്കുന്നത് തൻ്റെ ഈ കീഴാള ഉറവിടമായി ബന്ധപ്പെട്ടാണ്. അന്നത്തെ വേതനം വി എസിന് അറിയാം. ആ തൊഴിലാളി അനുഭവിക്കുന്ന വേദന എന്താണെന്ന് വി എസിന് അറിയുന്നതുകൊണ്ടാണ് വി എസിന് പെൺപിള്ളി സമരസമിതി ഐക്യപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, തൻ്റെ കീഴാള രാഷ്ട്രീയത്തിൻ്റെ അനുഭവ പശ്ചാത്തലം വി എസ് എല്ലാ കാലത്തും നല്ലപോലെ ഉൾക്കൊണ്ടിരുന്നു. ഈ ട്രേഡ് യൂണിയനായിട്ട് പ്രശ്നത്തിലും വി എസിന് കാണാൻ പറ്റും. ട്രേഡ് യൂണിയൻ ഒരു തരത്തിൽ നമ്മൾ കാണുന്ന ട്രേഡ് യൂണിയൻ അരിസ്റ്റോക്രസി ആയിരുന്നു. ഒരു തരത്തിൽ